കഴിഞ്ഞ 28-ന് നടത്തിയ കണക്ക് പരീക്ഷയിൽ 2016-ലെ ചോദ്യപേപ്പർ ലഭിച്ചെന്നായിരുന്നു ആമിയ സലീമിന്റെ പരാതി. ഇക്കാര്യം സ്കൂൾ അധികൃതർ വഴി CBSE അറിയിച്ചിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ട് ആമിയ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി മൂല്യനിർണ്ണയത്തിന് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കുട്ടിക്ക് മാത്രമായി പരീക്ഷ നടത്താൻ കഴിയുമെന്നാണ് കോടതി ചോദിച്ചത്. CBSEക്ക് വേണ്ടി ഹാജരായ വക്കീൽ അതിന് ഒരു മറുപടിയും വന്ന് കോടതി പറഞ്ഞില്ലായിരുന്നു. ഏതായാലും ആ ഉത്തരവിനെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ആ പരാമർശത്തിൻ്റെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ അഡ്വക്കേറ്റ് മുഖാന്തരം അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപേക്ഷ വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. വ്യക്തത കിട്ടിയ ശേഷം മറ്റ് നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. നിലവിൽ വിദ്യാർത്ഥിയുടെ അവസാന ടൈം വരെയുള്ള മാർക്കിന്റെ വിശദാംശങ്ങൾ CBSE ശേഖരിച്ചിട്ടുണ്ട്. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആമിയ സലീം നവോദയ വിദ്യാലയത്തിലാണ് പരീക്ഷ എഴുതിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.